ഹായ്, ഇന്നത്തെ ഫംഗ്ഷൻ വീഡിയോ മാജിക് കാൻഡിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഇതിനെ മാജിക് കാൻഡിൽ എന്ന് വിളിക്കാൻ ഒരു റീസൺ ഉണ്ട്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. അറ്റ് ദ സെയിം ടൈം വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡുമാണ്. ഞാൻ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ഓരോ രീതികൾ ഓഫ് മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം മെഡിറ്റേഷൻ പാത്തിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ തോട്ട് പ്രോസസ്സ് തന്നെ എല്ലാം ചിന്തിക്കുന്നതൊക്കെ ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ പോലെ നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ പണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു നോക്കുമായിരുന്നു. അതിനകത്ത് പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിളാണ് ചെയ്യാൻ എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മെത്തേഡാണ് ഈ കാൻഡിൽ മെത്തേഡ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഏത് കാൻഡിൽ വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം. കുറച്ച് വലുപ്പമൊക്കെ ഉള്ള പില്ലോ ക്യാൻഡിൽ പോലത്തെ ഒരു ക്യാൻഡിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇനി ക്യാൻഡിൽ ചൂസ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടാർഗറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഡ്രീമാണ് അച്ചീവ് ചെയ്യേണ്ടത്, എന്ത് വിഷാണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ നമുക്ക് വളരെ വ്യക്തമായിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഒരു അജണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു പ്രത്യേക തരം ഒരു വണ്ടി, ഒരു വാഹനമാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡലടക്കം കളറടക്കം അതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് അറിയണം. എനിക്കൊരു ക്ലിയർ കട്ട് ധാരണ ഉണ്ടാവണം. മേ ബി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, ഒരു പിക്ചർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പോൾ എനിക്കൊരു വീടാണ് ആവശ്യം. ആ വീട് എങ്ങനെ ഇരിക്കണം, അതിൻ്റെ ഒരു പിക്ചർ കയ്യിലുണ്ടെങ്കിൽ, പിക്ചർ ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് പെട്ടെന്ന് ഈ സംഭവങ്ങൾ അങ്ങ് അബ്സോർബ് ചെയ്ത് പോകും. പിക്ചേഴ്സ് ആണെങ്കിൽ നമ്മളിപ്പോൾ വേർഡ്സ് പറയണേക്കാളും അല്ലെങ്കിൽ എഴുതണേക്കാളും ഒക്കെ പെട്ടെന്ന് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ, ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോവാൻ, അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് അത് എക്സ്റ്റെൻഡ് ആവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പിക്ചർ. അപ്പോൾ അങ്ങനെ ഒരു പിക്ചർ കയ്യിലുണ്ടെങ്കിൽ എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ഇരിക്കുന്നത് അതിൻ്റെ ഒരു പിക്ചർ, അല്ലെങ്കിൽ ഇന്ന ഒരു പെക്യുലർ സംഭവം അച്ചീവ് ചെയ്ത അതാണ് എൻ്റെ വിഷ് എന്നുണ്ടെങ്കിൽ അത് ഞാൻ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴുള്ള എൻ്റെ ഒരു ഹാപ്പി സ്റ്റേറ്റ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു പിക്ചറിനകത്ത്, ഒരു പ്രിൻ്റ് എടുത്ത പേപ്പറിനകത്ത് ഞാനിത് അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ തന്നെ വരച്ചുണ്ടാക്കിയാലും മതി. നമുക്ക് എത്ര വേണമെങ്കിലും ക്രിയേറ്റീവ് ആവാം. പക്ഷേ ആ ഒരു ഫീലിംഗ്, ആ ഒരു ഹാപ്പിനെസ്, അത് കിട്ടിക്കഴിയുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ വേണം ആ പിക്ചർ ഉണ്ടാവാൻ എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു പിക്ചർ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാം. എന്നിട്ട് മൊബൈൽ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു 5 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യാം. 5 മിനിറ്റ്സ് ടൈമർ. 5 മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്ത് ടൈമർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമർ ഓഫ് ആകുന്ന അത്രയും സമയം നമ്മൾ നമ്മുടെ ഡ്രീമിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സെക്കൻഡ് അജണ്ട. ഇപ്പോൾ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണമാണെങ്കിൽ നമ്മൾ ആ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നു, ആ വണ്ടി ഉപയോഗിച്ച് പല പല സ്ഥലങ്ങളിൽ പോകുന്നു, ആ വണ്ടികൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ സഞ്ചരിക്കുന്നു, ഹാപ്പി ആയിട്ട് ഓരോ ഡെസ്റ്റിനേഷൻസിൽ പോകുന്നു, അത് വീട്ടിൽ കയറ്റിയിടുന്നു, മൊത്തത്തിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വീടും വണ്ടിയും ഒക്കെ കൂടെ നമ്മൾ കാണുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹാപ്പി മൊമെൻറ്റ്സ് മുഴുവൻ നമ്മൾ എൻജോയ് ചെയ്യുന്നു. ആ ഹാപ്പിനെസ് ആൻഡ് ബ്ലിസ് അതിലായിരിക്കണം. അത് മാത്രമേ അടുത്ത 5 മിനിറ്റ്സിന് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ഏത് ഡ്രീമിൻ്റെ കേസിലാണെങ്കിലും. എന്താണോ നമ്മുടെ അംബീഷൻ, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ 5 മിനിറ്റ്സ് നേരത്തേക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചിലപ്പം ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണവരാണ്, മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് പ്രശ്നമില്ല. 5 മിനിറ്റ്സ് ഡീസൻ്റായിട്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പറ്റും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ചിലപ്പം നടക്കണമെന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും തോട്ട് വരാം, ചിലപ്പോൾ ആരെങ്കിലും വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും. ആദ്യം ഒരു സൈലൻ്റ് ആയിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു മുറിയിൽ കയറി ഇരിക്കാൻ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അതിൻ്റെ ഇടയ്ക്ക് വന്നു, എനിക്കത് 5 മിനിറ്റ്സ് എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അന്നത്തേക്ക് വിട്ടേക്കുക. നെക്സ്റ്റ് ഡേ വീണ്ടും ട്രൈ ചെയ്യാം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അക്യുമുലേഷൻ ചെയ്തിട്ടേ ഉള്ളൂ, 5 മിനിറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വീണ്ടും വരുന്നു. അപ്പോൾ അത് എൻജോയ്മെൻറ്റ് പോയി, അതിൻ്റെ വൈബ്രേഷൻ മാറിപ്പോയി. അത് നമ്മളൊരു കടമ്പ കഴിക്കാൻ അല്ലെങ്കിൽ കടക്കാൻ നടത്തണ പോലെ എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ച് നമ്മൾ തന്നെ ചെയ്യണ ഒരു പ്രോസസ്സ് പോലെ ഇരിക്കും. അതല്ല അതിൻ്റെ വൈബ്രേഷൻ. നമ്മൾ വളരെ ഫൺ ഓറിയൻറ്റഡ് ആയിട്ട് തമാശയ്ക്ക് മൈറ്റ് പിള്ളേരുടെ ഒക്കെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റിയൊരു പ്രാക്ടീസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഈ 5 മിനിറ്റ്സ് നേരത്തേക്ക് ചെയ്യാം. ആൻഡ് വേണമെങ്കിൽ, ഇത് നിർബന്ധമില്ല, ഞാനൊന്നും അത് ചെയ്തിട്ടില്ല, പക്ഷേ വേണമെങ്കിൽ ഇത് കഴിയുമ്പം, ഈ 5 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്കുണ്ടായ ഒരു ഹാപ്പി ഫീലിംഗ് ഇല്ലേ, നമുക്ക് 5 മിനിറ്റ് ഇത് എൻ്റർടൈൻ ചെയ്ത് അത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഹാപ്പിനെസ്, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയും കൂടെ വയ്ക്കാം. ഞാൻ ഇങ്ങനെ ഒരു സംഭവം അക്കംപ്ലിഷ് ചെയ്തു, ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, ഇങ്ങനെ ഒരു വീട് വെച്ചു, ഐ എം സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പം ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഷോർട്ട് ടേം ഗോൾസ് സെറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട് വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യം. പക്ഷെ ഞാൻ തറക്കല്ലിട്ടു, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കെട്ടി, അല്ലെങ്കിൽ ലിൻഡിൽ വാർത്തു, ലൈക്ക് അതൊക്കെ ഓരോ മൈൽ സ്റ്റോൺസ് ആണ്.
അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അക്കംപ്ലിഷ്ഡ് ആകുമ്പോൾ നമുക്കും ഒരു ഇൻസ്പിറേഷനാണ് അടുത്ത വെച്ചാൽ. അപ്പോൾ അങ്ങനെ ഷോർട്ട് ടേം ടാർഗറ്റ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് ക്യാൻഡിൽ മാജിക് ചെയ്യാം. ഒരു ദിവസം ഒരു വിഷിന് വേണ്ടിയിരിക്കാം, നാളെ വേറൊരു വിഷിന് ഇരിക്കണമെങ്കിൽ തോന്നുകയാണെങ്കിൽ അതിനും ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം വേറെ വിഷ് ചെയ്യാമെന്ന് പറയുമ്പം ഒന്നാം പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇരുന്ന് എല്ലാ ദിവസവും ഓരോ വിഷിന് വേണ്ടി ചെയ്യാം എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. നമുക്ക് ഒരു അഫിനിറ്റി തോന്നണം, നമ്മുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ നമ്മുടെ ഒരു അക്കംപ്ലിഷ്മെൻറ്റ്, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത്. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ അല്ലെങ്കിൽ സ്ട്രെയിൻ ആയിട്ട് ഉള്ള കാര്യങ്ങളല്ല ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. ഇതിപ്പോൾ ഇത്തിരി ഫാർ ഫെച്ച്ഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇത്തിരി ഹെവി ഡ്യൂട്ടി ഡ്രീം ആയിരിക്കും, പക്ഷെ എന്നാലും അത് അക്കംപ്ലിഷ്ഡ് ആകും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള രീതിയിലുള്ള ഗോൾസ് വേണം ആദ്യം ചെയ്ത് നോക്കാൻ. അപ്പോൾ പെട്ടെന്ന് മേ ബി ഒരാഴ്ച 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടുമ്പോൾ നമുക്ക് അതുണ്ടാക്കുന്ന കൊണ്ടുവരുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ സോ ഹൈ. അപ്പോൾ എന്നിട്ട് യു ക്യാൻ ബിൽഡ് അപ്പോൺ അതർ തിങ്സ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിലിങ്ങനെ ഡ്രീംസ് കിടക്കുന്നുണ്ട്, അത് നടന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഒരു ബ്യൂട്ടിഫുൾ മെത്തേഡാണ്. ആൻഡ് ഇത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതുമായിട്ട് ക്ലിങ് ചെയ്തിരിക്കരുത്. അത് ചെയ്തു, ക്യാൻഡിൽ ഓഫ് ചെയ്തു, എഴുതണമെങ്കിൽ എഴുതി, അത് കഴിഞ്ഞാൽ അങ്ങ് വിട്ടേക്കണം. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടേക്കുക. എത്ര നമ്മൾ എപ്പോഴും പറയണ പോലെ എത്ര ഫ്രീ ആയിട്ട് അതിനെ വിടാൻ സാധിക്കുന്നോ, അതുമായിട്ട് ക്ലിങ് ചെയ്യാതിരിക്കുന്നോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അത്രയും ഈസി ആയിട്ട്, അത്രയും അൺബിലീവബിൾ ആൻഡ് മാജിക്കൽ ആയിട്ട് അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആവും. അപ്പോൾ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ, പീസ്ഫുൾ, അബണ്ടന്റ് ആൻഡ് പ്രോസ്പെറസ് ലൈഫ് ഹെഡ്. താങ്ക് യു.